നമസ്കാരം. ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2025 മെയ് മാസം 25 മുതൽ 31 വരെയുള്ള 27 നക്ഷത്രക്കാരുടെയും, അതായത് 12 രാശികളിലായി വരുന്ന 27 നക്ഷത്രക്കാരുടെയും ശുഭാശുഭ ഫല സൂചനകളും പരിഹാര നിർദ്ദേശങ്ങളുമാണ് ഇവിടെ പറയുന്നത്. ഈ വർഷത്തെ ഫലത്തിൽ, ഈ വർഷം എന്ന് പറയുന്നത് ഇപ്പോൾ മുതലുള്ള ഈ മെയ് ജൂൺ മുതലുള്ള ഈ ഫലം പറയുമ്പോൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ചില മാറ്റങ്ങളുണ്ട്. എല്ലാ ഗ്രഹങ്ങളും, പ്രധാനപ്പെട്ട ഗ്രഹങ്ങളും മാറിയിരിക്കുകയാണെന്നുള്ളതാണ്. ശനി മാറിയിട്ടുണ്ട്, വ്യാഴൻ മാറിയിട്ടുണ്ട്, രാഹു കേതുക്കൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 12 രാശികളെയും ഇത് ബാധിക്കും എന്നുള്ളതാണ്. 12 രാശികളെയും ബാധിക്കുക എന്ന് പറയുമ്പോൾ എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. കുറച്ച് അനുകൂല ഭാവവും കുറച്ച് പ്രതികൂല ഭാവവും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഈ വർഷത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ എന്തനുകൂലമായിരിക്കുന്നുവോ ആ ആനുകൂല്യം കുറയും. എന്താണോ പ്രതികൂലമായിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രതികൂലമായിട്ടുള്ള അവസ്ഥ കുറയും. അത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സ്ലൈറ്റ്ലി ഒന്ന് റെഡ്യൂസ്ഡ് ആവും. നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കുറേ പോസിറ്റീവ് ആകും എന്നുള്ളതാണ്. കാരണം വ്യാഴൻ അനുകൂല സ്ഥാനത്ത് വരുമ്പോൾ ശനി അനുകൂല സ്ഥാനത്ത് വരണമെന്നില്ല. അതുപോലെ ശനിയും വ്യാഴനും അനുകൂലമായിരിക്കുമ്പോൾ രാഹു കേതുക്കൾ അനുകൂലമല്ല എന്നുള്ളത് കൊണ്ട് എ മിക്സ്ചർ ഓഫ് ഗുഡ് ആൻഡ് നോട്ട് സോ ഗുഡ് എന്ന് നമ്മൾ പറയും. എന്ന് വെച്ചാൽ തുല്യമായിട്ടുള്ള എന്നുള്ള അർത്ഥത്തിലല്ല. ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ളത് ഒരു ലെസ് പോസിറ്റീവ്, ഇപ്പോൾ ടോട്ടലി നെഗറ്റീവായിട്ടുള്ളത് കുറച്ചൊരു പോസിറ്റീവായിട്ട് മാറുന്ന ഒരവസ്ഥ എല്ലാ രാശിക്കാർക്കും ഉണ്ടാകുന്നുള്ളതാണ് ഇനി വരുന്ന വാരങ്ങളിലെ ഒരു പ്രത്യേകത എന്ന് അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചതുർഗ്രഹം 4 ഗ്രഹങ്ങൾ മാറുന്നതുകൊണ്ട് നമ്മൾ പരിഹാരത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു വർഷം ആരംഭിക്കുകയാണ് എന്നുള്ള കാര്യം കൂടി അറിയാം. ഏതെങ്കിലും ഒരു ഗ്രഹം അഡ്വേഴ്സ് ആയിരിക്കും, ടോട്ടലി അഡ്വേഴ്സ് ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെ പരിഹാരങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു വർഷമാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ദൈവാനുകൂല്യം നൽകുന്ന വ്യാഴൻ്റെ മാറ്റം എന്ന് പറയുന്നത് മിഥുനം രാശിയിലേക്കാണ്. ബുധരാശിയാണ്, അവതാര വിഷ്ണുവിൻ്റെ രാശിയാണ്. അതുകൊണ്ട് തന്നെ ചില രാശിക്കാർക്ക് വളരെ അനുകൂല ഭാവം വരും എന്നുള്ളതിൽ സംശയമുണ്ട്. വ്യാഴൻ്റെ രാശിയിലേക്ക് ശനി അങ്ങോട്ട് മാറുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ രാഹു വ്യാഴൻ്റെ രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്ക് വരുന്നു. കേതുവിൻ്റെ മാറ്റവും അങ്ങനെ തന്നെയാണ്. ബുധരാശിയിൽ നിന്നും ആദിത്യൻ്റെ രാശിയിലേക്ക് മാറുന്നു എന്നുള്ളൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പല മാറ്റങ്ങളും വരുന്ന ഒരു കാലം ആരംഭിക്കുകയാണ്. ഞാൻ മുൻപുള്ള ഒരു എപ്പിസോഡിൽ പറഞ്ഞു, ഈ ഗ്രഹമാറ്റം വന്നു കഴിഞ്ഞാൽ ദി വെരി നെക്സ്റ്റ് ഡേ എല്ലാ മാറ്റങ്ങളും അനുകൂലമായിട്ടും അല്ലെങ്കിൽ പ്രതികൂലമായിട്ടും മാറുന്നുള്ളതല്ല. ക്രമേണ ആ ചേഞ്ചസ് വിസിബിൾ ആവുന്നുള്ളതാണ്. ജീവിതത്തിൽ അങ്ങനെ തന്നെയല്ലേ. ഇപ്പോൾ വിദ്യാഭ്യാസ കാര്യത്തിൽ നോക്കണം, ഫൈൻ മോർണിംഗ് യു റൈസ് ടു എ ഗ്രേറ്റ് ഹൈറ്റ്, അതില്ല. വിദ്യാഭ്യാസത്തിൽ ഒരു വലിയ നിലയിലേക്ക് പെട്ടെന്നൊരു ഇല്ല. സാമ്പത്തികമായിട്ടൊരു ഫൈൻ മോർണിംഗിൽ വലിയൊരു നിലയിലേക്ക് പോയില്ല. ഒരുപക്ഷെ 1 കോടി ആൾക്കാരിൽ ഒരാൾക്ക് എങ്ങാനും ലോട്ടറി കിട്ടിയാൽ മാറ്റം വന്നാലായി. അതുപോലെ പ്രൊഫഷണലായിട്ടുള്ളൊരു റൈസ്, അപ്പോൾ ലോവസ്റ്റ് ലെവൽ മുതൽ നിന്ന് ഏറ്റവും ഹയസ്റ്റ് ലെവലിലേക്ക് ഒരു ഫൈൻ മോർണിംഗ് റൈസ് വരില്ല. ക്രമേണ വരും. എത്ര താഴ്ചയിലായാലും നമ്മുടെ ഏറ്റവും ഉന്നതമായിട്ട് നിലയിലേക്ക് വരാനുള്ള ഭാഗ്യവും ഉള്ളവർ നമ്മുടെ ഇടയ്ക്ക് തന്നെയുണ്ട്. ആ ഭാഗ്യം ചിലപ്പോൾ അവർ തന്നെ അറിയുന്നുണ്ടാവില്ല. ടു ഗ്രേറ്റ് ഹൈറ്റ്സ് യു മൈറ്റ് ഗോ എന്നുള്ളൊരു കാര്യമുണ്ട്. അതുകൊണ്ട് പരിഹാരങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാലം ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പരിഹാരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. ആദ്യമായി മേടം രാശി, അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം. ബന്ധുസമാഗമം, പരിചയം പുതുക്കൽ, ഇതിനൊക്കെയുള്ള ഭാഗ്യമുണ്ട്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള യോഗമുണ്ട്. അതാണ് മറ്റൊരു കാര്യം. പല തീർത്ഥാടനം അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള യോഗമുണ്ട്. ഭക്തി സാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ കൂടുതൽ താല്പര്യമെടുക്കുവാനുള്ള ഒരു യോഗവുമുണ്ട്. എന്നാൽ മനസ്സിന് ഒരു ടെൻഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. എന്തൊക്കെ നേട്ടങ്ങൾ ഈ വാരം വന്നാലും, മറ്റൊരു ജോബ്, നല്ല ജോലി, ശമ്പളം കൂടുതൽ, അരിയസ്, ഇതൊക്കെ വരാൻ യോഗമുള്ളൊരു കാലമാണ്. അതൊക്കെ ഉണ്ടായാലും, വിവാഹ നിശ്ചയം വന്നാലും, എന്ത് വന്നാലും നമ്മുടെ മനസ്സിൽ ഒരു ടെൻഷൻ എല്ലാവർക്കും ഇല്ലേ എന്നൊക്കെ ചോദിക്കുക. അങ്ങനെയല്ല, ചില സമയങ്ങളിൽ ചിലർക്ക് ടെൻഷൻ കൂടുതലായിരിക്കും. അങ്ങനെ ടെൻഷൻ കൂടുതലുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ഇമ്പൾസീവായിട്ട് പെരുമാറാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മനസ്സിൽ വളരെ നിയന്ത്രണത്തോടുകൂടി വേണം കാര്യങ്ങൾ അവതരിപ്പിക്കുവാൻ, സംസാരിക്കുവാൻ, പെരുമാറുവാൻ എന്നുള്ള കാര്യം അറിയാം. ഈ സമയത്ത് നമ്മുടെ പെരുമാറ്റം ജീവിതത്തിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. അപ്പോൾ സാമ്പത്തികമായിട്ട് മെച്ചപ്പെടുവാനും ആഡംബര വസ്തുക്കൾ
വസ്തുക്കൾ ലഭിക്കുവാനും യാത്രകൾ കൂടുതൽ ചെയ്യുവാനുമുള്ള യോഗമുണ്ട്. നമ്മളിലേക്ക് തന്നെ ഒതുങ്ങാതെ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പ്രത്യേകം ശ്രമിക്കണം. അതുകൊണ്ട് തന്നെ പ്രൊഫഷണലായിട്ടുള്ള റൈസ് വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകുവാനുള്ള യോഗമുണ്ട്. പ്രണയം വിവാഹത്തിലെത്തുവാനുള്ള ഭാഗ്യമുണ്ട്. കുടുംബത്തിൽ സന്തതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുണ്ടായിരുന്ന ടെൻഷനിൽ അല്പം ഒരു കുറവ് വരാനുള്ള സാധ്യതയും ഈ വാരം കാണുന്നു. അനുകൂലമായിട്ടുള്ള ഈ ഫലങ്ങളിലെ തടസ്സങ്ങൾ മാറ്റേണ്ടത് അത്യാവശ്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ പരിഹാരങ്ങൾക്ക് പ്രാധാന്യം കൂടുതൽ കൊടുക്കുക എന്നുള്ളതാണ്. ഗണപതി പ്രീതി വരുത്തുക. അടുത്ത ക്ഷേത്രത്തിലെ ഗണപതിയെ കഴിയുന്നതും ദിവസവും വണങ്ങുക. തിങ്കളാഴ്ചകളിൽ ഒരു നാളികേരം സമർപ്പിക്കുക, അല്ലെങ്കിൽ മധുരം സമർപ്പിക്കുക, വളരെ പ്രധാനം. അതുപോലെ തന്നെ ശ്രീ ഗണേശ അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ദിവസവും കിഴക്ക് ദർശനമായിട്ട് ജപിക്കുക. ഓം ഗണേശായ നമഃ, ഓം ഗൗരീപുത്രായ നമഃ, ഓം സ്കന്ദാഗ്രജായ നമഃ, വ്യായ നമഃ, ഇങ്ങനെ ജപിക്കുക. വളരെ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ജപിക്കുക. എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരും. സന്തോഷമായിട്ടിരിക്കുക. ഇടവം രാശി കാർത്തിക അവസാനത്തെ 1/4 ഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം. സാമ്പത്തികമായിട്ട് തരക്കേടില്ലാത്തൊരു കാലം ആരംഭിക്കുന്നതിൻ്റെ ചില സൂചനകൾ വന്നു ചേരും. കഴിഞ്ഞ കാലത്തെ വലിയ ബാധ്യതകൾ ഉണ്ടാക്കിയിരുന്ന മനപ്രയാസങ്ങൾ കുറയുന്ന കാലം ആരംഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. ഈ സമയത്താണ് നമ്മുടെ കോൺടാക്ട്സ് ഒക്കെ വേണ്ട രീതിയിൽ ഉപയോഗിക്കേണ്ടത്, ബുദ്ധിയും വേണ്ട രീതിയിൽ ഉപയോഗിക്കേണ്ട ഒരു കാലമാണ്. അതായത് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക. കോമ്പറ്റേറ്റീവ് എക്സാംസൊക്കെ എഴുതുന്ന ഒരു കോച്ചിങ്ങിനോ ടീച്ചിങ്ങിനോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ പോവുക. നമ്മുടെ ശ്രമം അങ്ങേയറ്റം ഉണ്ടാകേണ്ട ഒരു കാലമാണ്. കാരണം റിസൾട്ട്സ് പോസിറ്റീവായിട്ട് വരാം. ഇപ്പോൾ എക്സാം എഴുതുന്നവരെ കുറിച്ചല്ല പറയുന്നത്, ഇനി വരുന്ന എക്സാംസ്. അതിനുവേണ്ടി ഇപ്പോഴേ നമ്മളൊന്ന് സ്വയം ട്യൂൺ ചെയ്യേണ്ട ഒരു കാലമാണ്. സംഗീതം, നൃത്തം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഭ്യസിക്കുവാൻ പറ്റിയ ഒരു കാലം ആരംഭിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. ഹയർ എഡ്യൂക്കേഷൻ, മെഡിക്കൽ, എഞ്ചിനീയറിംഗ് അങ്ങനെയൊക്കെയുള്ള താല്പര്യമുള്ളവർക്ക് മെച്ചമായിട്ടുള്ള സമയം തന്നെയാണ്. അവർക്ക് നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള ഭാഗ്യമുണ്ട്. വിദേശത്ത് ജോലി ഒക്കെ തരപ്പെടാൻ ഭാഗ്യമുള്ളൊരു കാലം ആരംഭിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് അതിനുവേണ്ടി പ്രത്യേകം ശ്രമിക്കാവുന്നതാണ്. സാമ്പത്തികമായിട്ടും അല്പം മെച്ചമായിട്ട് വരുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള ധനാഗമം, ഈ നമ്മുടെ എന്തെങ്കിലും സെയിൽസൊക്കെ നന്നായിട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് മെച്ചപ്പെടുവാനും ഒക്കെയുള്ള ഭാഗ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അനുകൂലമായിട്ടുള്ള ഫലസൂചനകൾ ഏറിയിരിക്കും ഈ വാരം എന്നുള്ളതിൽ സംശയം വേണ്ട. എന്നാൽ പഴയ ബാധ്യതകൾ, അത് ഏത് രാശിയിൽ ജനിച്ചാലും എത്ര ഭാഗ്യമുള്ള രാശിയിൽ ജനിച്ചാലും പഴയ ബാധ്യതകൾ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങൾ വരും എന്നുള്ളതുകൊണ്ട് അവരും ഈ രാശിയിൽ ജനിച്ചവരും മഹാലക്ഷ്മി പ്രീതി അത്യാവശ്യം വരുത്തേണ്ട ഒരു വാരം കൂടിയാണ്. മഹാലക്ഷ്മി സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചുകൊണ്ട് വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി ക്ഷേത്രം അല്ലെങ്കിൽ ദേവീക്ഷേത്രം, അന്നപൂർണേശ്വരി ക്ഷേത്ര ദർശനം നടത്തി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. എല്ലാ കാര്യങ്ങളും അനുകൂലമായി വന്നു ചേരും. സന്തോഷമായിരിക്കുക. വിവാഹ കാര്യങ്ങൾക്ക് നല്ല സമയമാണ്, അതിനുവേണ്ടി ശ്രമിച്ചോളൂ കേട്ടോ. സന്തോഷമായിരിക്കുക. മിഥുനം രാശി മകയിരം അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യത്തെ 1/4 ഭാഗം. പണച്ചെലവ് തുടരാനാണ് സാധ്യത. എന്നാൽ പണം വരവ് വർദ്ധിക്കുവാനുള്ള ഒരു ഭാഗ്യമുണ്ട്. മെച്ചമായിട്ടുള്ള ജോലിയിലേക്ക് ചെന്നെത്തുവാനുള്ള ഒരു യോഗമുണ്ട് എന്നുള്ളതുകൊണ്ട് അതിനായി പ്രത്യേകം ശ്രമിക്കേണ്ടുന്ന ഒരു വാരമാണെന്നറിയാം. ദൂരയാത്ര, അലച്ചിൽ, ക്ലേശം, അധിക പണച്ചെലവ്, അതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഇതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള പണച്ചെലവ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അഡീഷണൽ ഇൻകം വരാനുള്ള ഭാഗ്യമുണ്ട്. ഒരുപക്ഷെ ഗവൺമെൻറ്റൽ സെക്ടറിലാണെന്നുണ്ടെങ്കിൽ ഒരു അരിയറോ അല്ലെങ്കിൽ അരിയേഴ്സോ ഒക്കെ ലഭിക്കാനുള്ള ഒരു യോഗമുണ്ട്. കുടുംബത്തിൽ നിന്നും അപ്രതീക്ഷിതമായിട്ടുള്ള ധനാഗമത്തിനുള്ള ഒരു ഭാഗ്യവും ഈ വാരം കാണുന്നു. എന്നാൽ പ്രണയത്തിനൊന്നും നല്ല സമയമല്ല. കൂട്ടുകെട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. രാത്രികാല സഞ്ചാരവും അധികം വേണ്ട. വീഴ്ച, മുറിവ് ഇവയ്ക്കുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഒരു പ്രായം കടന്നവർ, 4-ാം വ്യാഴവട്ടം കടന്നവർ, അതായത് 48 വയസ്സ് കഴിഞ്ഞവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. പ്രത്യേകിച്ച് ബാക്ക് പെയിൻ, ഈ എന്തെങ്കിലും തലവേദന, ആവർത്തിച്ച് മൈഗ്രെയിൻ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതൊക്കെയുള്ളവർ ടെൻഷൻ വരാതിരിക്കുവാനായിട്ട് യോഗധ്യാനം ശീലിക്കേണ്ട ഒരു കാലമാണ്. യോഗധ്യാനം ഇപ്പോൾ ശീലിക്കണം. കാരണം മെച്ചമായിട്ടുള്ളൊരു കാലം വരുന്നു എന്നുള്ളതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണെന്ന് പറയുക. കൃഷ്ണപ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ നടത്തുക. കൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം വ്യാഴാഴ്ചകളിലും ബുധനാഴ്ചകളിലും നടത്തുക. അതോടൊപ്പം ശ്രീകൃഷ്ണ അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിച്ചോളൂ. എല്ലാ കാര്യങ്ങളും അനുകൂലമായി വരും. സന്തോഷമായിരിക്കുക. കർക്കിടകം രാശി പുണർദം അവസാനത്തെ 1/4 ഭാഗം, പൂയം, ആയില്യം.
ഇവർക്ക് വളരെ കാലമായിട്ട് ഇങ്ങനെ ആവർത്തിച്ച പ്രയാസങ്ങൾ, വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങൾ, ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ, അധിക പണച്ചെലവ്, പഴയ ബാധ്യത കൊണ്ടുള്ള വലിയ വലിയ പ്രയാസങ്ങൾ ഒക്കെ അനുഭവിച്ച ഇപ്പോൾ വ്യാഴൻ 11-ൽ നിന്ന് ലാഭസ്ഥാനത്ത് നിന്ന് 12-ാം ഭാവത്തിലേക്ക് പോയിരിക്കുന്നു എന്ന് പലരും പറഞ്ഞിട്ടുണ്ടാവും. അയ്യോ ഇനിയിപ്പോൾ എങ്ങനെയാ കാര്യങ്ങൾ, വേദുരിത സ്ഥാനത്തേക്ക് വ്യാഴം വന്നിരിക്കുമ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ചിന്തിച്ച് കർക്കിടകൻ രാശിക്കാർ വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ അൺഎക്സ്പെക്റ്റഡായിട്ട് ഇൻകം വരാനുള്ള യോഗമുണ്ട് ഈ രാശിക്കാർക്ക് ഈ വാരം. സാമ്പത്തികമായിട്ട് ഒരു ആശ്വാസത്തിൻ്റെ ലക്ഷണം ഈ വാരം കാണുന്നുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ വാരവും പണം വന്നിരിക്കാം. കൂടുതൽ പണം വന്നു ചേരാനുള്ള ഭാഗ്യം ഈ വാരം കാണുന്നു. ആഡംബരങ്ങൾക്കായി പണം ചെലവാക്കുമെന്ന് മാത്രമല്ല, ഒരു ശ്രദ്ധയുമില്ലാതെ പണം ചെലവാക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് അശ്രദ്ധയോടുകൂടി പണം ചെലവാക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വാരമാണെന്നും അറിയാം. വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമാകാം. അപ്രതീക്ഷിതമായിട്ടുള്ള പരിചയം ഒരുപക്ഷെ നല്ലൊരു സൗഹൃദത്തിലേക്കോ, ഒരുപക്ഷെ ആ പ്രായത്തിലുള്ളവർക്കോ ആ മൈൻഡ് സെറ്റുള്ളവർക്കും പ്രണയത്തിലേക്കോ ഒക്കെ പോകുവാനുള്ള സാധ്യതയും പ്രണയം വിവാഹത്തിലെത്തുവാനുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നു. പുതുവസ്ത്രലാഭം കാണുന്നുണ്ട്. അതുപോലെ ആഭരണാദികൾ, കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്കുള്ള സാധ്യത, യാത്രകൾ ചെയ്യുവാനും തീർത്ഥാടനത്തിനുമുള്ള ഭാഗ്യം, ഇങ്ങനെയുള്ള പല അനുകൂലമായിട്ടുള്ള ഫലങ്ങളും ഈ വാരം കാണുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ഈ രാശിനാഥനായിട്ടുള്ള ചന്ദ്രനെ പ്രത്യേകം പ്രാർത്ഥിക്കുക. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ചന്ദ്രന് പുഷ്പാഞ്ജലി കഴിപ്പിച്ച ദിവസവും ചന്ദ്രൻ്റെ അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിക്കുക. മനസ്സിന് സമാധാനവും കുടുംബത്തിന് ഐശ്വര്യവും വരും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കുക. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രമാദ്യത്തെ കാൽഭാഗം. മനസ്സുകൊണ്ട് പല പ്രയാസങ്ങളും അനുഭവിച്ചു വരുന്ന ഒരു കാലമായിരുന്നു എന്നുള്ളൂ. വൈകാരികമായിട്ടുള്ള ടെൻഷൻസ്, ഗൃഹത്തിൽ അഭിപ്രായ വ്യത്യാസം, ജീവിത പങ്കാളിയുമായിട്ടും ചെറിയ ടെൻഷൻസ്, സാമ്പത്തികമായിട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ആരോഗ്യ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് പണം ചിലവായി പോയിരുന്ന ഒരവസ്ഥയുമൊക്കെ കഴിഞ്ഞ കാലത്തുണ്ടായിരുന്നു. ബിസിനസ്സിലാണെന്നുണ്ടെങ്കിൽ സ്റ്റാഗ്നേഷനാണ്, ഒരു കാര്യവും അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല, ഇതിപ്പോൾ എന്നാ ശരിയാകുക എന്നൊക്കെ ഓർത്ത് ദുഃഖിക്കുന്ന ഒരു കാലം തന്നെയായിരുന്നു ഇമ്മീഡിയറ്റ് പാസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വാരം മുതൽ ഇതിലൊക്കെ കുറച്ചൊരു അനുകൂല ഭാവം ദൃശ്യമായി തുടങ്ങുന്നുള്ളതാണ്. അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. അപ്പോൾ അവസരങ്ങൾ ഇങ്ങനെ എമർജ് ചെയ്യും. ആ അവസരങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കേണ്ട ഒരു കാലമാണെന്ന് കൂടെ അറിയാം. വിദ്യാർത്ഥികൾക്ക് ഇനി കുറച്ചു കാലമായിട്ട് പഠന കാര്യങ്ങൾക്ക് ഒട്ടും അനുകൂലമായിട്ടുള്ള സമയമായിരുന്നില്ല. അത് പഠിക്കാൻ താല്പര്യമില്ല. പഠനവുമായി ബന്ധപ്പെട്ട് ഗൃഹത്തിൽ കലഹം, സ്കൂളിലോ കോളേജിലോ ആണെങ്കിൽ അവിടെ പോകാനുള്ള താല്പര്യമില്ല. ഇങ്ങനെയൊക്കെ ആയിരുന്നു. എന്നാൽ അതൊന്നും മെച്ചപ്പെടുന്നതിൻ്റെ സൂചനകളുണ്ട് എന്നുള്ളതുകൊണ്ട് സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ എന്നുള്ള ശ്ലോകം ആവർത്തിച്ച് 9 പ്രാവശ്യം വീതം രാവിലെയും വൈകുന്നേരവും ജപിക്കുക. നമ്മുടെ ഔചിത്യപൂർണ്ണമായിട്ടുള്ള പെരുമാറ്റം ഈ നാവിൻ തുമ്പത്ത് സരസ്വതി വരുന്നത് കൊണ്ട് ലഭിക്കും എന്ന് മാത്രമല്ല, പഠനകാര്യങ്ങളിൽ ഉയർച്ച വരും. കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ വേണ്ടി ശ്രമിക്കുന്നവർക്ക് അതിൽ വിജയം കണ്ടെത്തുവാനും കഴിയും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ നീക്കുവാനായി ശിവക്ഷേത്രത്തിൽ ജലധാര നടത്തുക. ഓം നമഃ ശിവായ ദിവസവും 108 പ്രാവശ്യം ജപിച്ചോളൂ. എല്ലാ ഐശ്വര്യങ്ങളും വരും. സന്തോഷമായിട്ടിരിക്കുക. കന്നിരാശി, ഉത്തര അവസാനത്തെ 3/4 ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. പുതിയൊരു ജോലിയൊക്കെ തരപ്പെടാനുള്ള ഭാഗ്യമുണ്ട്. പ്രത്യേകിച്ച് എഡ്യൂക്കേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തവർക്ക്, ഇങ്ങനെ അലഞ്ഞു നടന്നവർക്ക് ഒരു ജോലി വന്നു ചേരുവാനുള്ള ഭാഗ്യം ഈ വാരം കാണുന്നു. അതുപോലെ വിവാഹ കാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ള സമയമാണ്. വിവാഹാലോചനകൾ ധാരാളം വന്നു ചേരാനുള്ള യോഗമുണ്ട്. അത് വിവാഹത്തിലെത്തുവാൻ, പ്രണയമൊക്കെ വിവാഹത്തിലെത്തുവാനും പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കുവാനുമുള്ള ഭാഗ്യമുണ്ട്. യാത്രകളിൽ നേട്ടങ്ങൾ കാണുന്നു. അധിക പണച്ചെലവൊക്കെ ഉണ്ടാവും ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതുപോലെ ലോൺ ക്രെഡിറ്റ് സൗകര്യങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യം ഈ വാരം കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷ വിജയത്തിനുള്ള യോഗമുണ്ട്. ചെറിയ ബിസിനസ്സൊക്കെ ആരംഭിക്കാനുള്ള ഒരു സൗകര്യം ഒരുങ്ങി വരും എന്നുള്ളതാണ്. അതിനുള്ള ഗവൺമെൻറ് സാങ്ഷനോ അല്ലെങ്കിൽ ലോണോ ക്രെഡിറ്റ് സൗകര്യങ്ങളോ ഒക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നു. മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന ചില അനുഭവങ്ങൾ അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരുക, അതായത് പഴയ കൂട്ടുകാരെയൊക്കെ കണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചില അനുഭവങ്ങൾ വന്നു ചേരാനുള്ള ഭാഗ്യം ഈ വാരം കാണുന്നുണ്ട്. തടസ്സങ്ങളും ചെറിയ പ്രയാസങ്ങളും ഒക്കെ ഉള്ളത് ശനി
അത്ര അനുകൂല ഭാവത്തിലല്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ആദ്യം ഒരു തടസ്സം അനുഭവപ്പെടും. ഇതങ്ങോട്ട് നീക്കുവാനായിട്ട് ശനിക്ഷേത്ര ദർശനം, അതായത് ശനിക്ഷേത്രം എന്ന് ഉദ്ദേശിക്കുന്നത് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ നമ്മൾ ദർശനം നടത്തുക. അവിടെ ചെന്ന് വളരെ പ്രശസ്തമായിട്ടുള്ള ആ ശ്ലോകം ജപിക്കുക. നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡസംഭൂതം തം നമാമി ശനൈശ്ചരം എന്നുള്ള ശ്ലോകം ജപിക്കുക. നേട്ടങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ തടസ്സങ്ങളും നീങ്ങിപ്പോകും, തെറ്റിദ്ധാരണകൾ ഇതൊക്കെ നീങ്ങിപ്പോകും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കാം. തുലാം രാശി ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം. ഈ രാശിയിൽ ജനിച്ച ഒരു മെജോറിറ്റി, ഒരു 60% മുകളിലുള്ളവർക്കും കഴിഞ്ഞ 2 വർഷമായിട്ട് അത്ര അനുകൂല ഭാവമായിരുന്നില്ല. പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ വരും പണം എന്നിങ്ങനെ നോക്കിയിരിക്കുന്നതല്ലാണ്ട് പണം വരുന്നതിലൊക്കെ തടസ്സം വരും. റെഗുലർ ഇൻകം ഉണ്ടാവും, പക്ഷേ പഴയ ബാധ്യതകൾ കാരണം കയ്യിലുള്ള പണമൊക്കെ സേവിങ്സ് ആയാലും ഗോൾഡ് ആയാലും ജുവലറി ആയാലും ലാൻഡ് ആയാലും കുറേയൊക്കെ പോയിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഈ രാശിയിൽ ജനിച്ച ഒരു 60%-ലധികം പേരുടെയും കഴിഞ്ഞകാല അനുഭവങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ പലർക്കും ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടവർ ഇതൊക്കെ ഇനിയിപ്പോൾ എന്നാ ശരിയാവുക എന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരുന്ന ഒരു കാലമുണ്ട്. അതൊക്കെ കഴിഞ്ഞു കേട്ടോ. അതൊക്കെ കഴിഞ്ഞു എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. മെച്ചമായിട്ടുള്ളൊരു കാലത്തിൻ്റെ ആരംഭം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. മെച്ചമായിട്ടുള്ള കാലത്തിൻ്റെ ആരംഭം എന്ന് പറയുമ്പോൾ ഒരു ഫൈൻ മോർണിംഗ് എല്ലാം കൂടി ഇങ്ങ് വരുന്നുള്ളതല്ല, അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വരുന്നുള്ളതല്ല. ആ ഒരു അവസരങ്ങൾ നമ്മളെ തേടി വരും. ആ അവസരങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ചെറിയൊരു വരുമാന മാർഗത്തിനുള്ള സാധ്യത, ഇപ്പോൾ വരുമാന മാർഗമുള്ളവർക്ക് മെച്ചമായിട്ടുള്ള ഒരു ജോലിക്കുള്ള ഭാഗ്യം, എന്തെങ്കിലും ഒരു ബില്ല് മാറി കിട്ടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ശരിയാകാനുള്ള ഭാഗ്യം, ഇവയൊക്കെ ഈ വാരം കാണുന്നുണ്ട്. അവിചാരിതമായിട്ട് പണം വരുന്നതുകൊണ്ട് ആഡംബരങ്ങൾക്കായി പണം ചെലവഴിക്കുവാനുള്ള ഒരു താല്പര്യം വരും. അതൊന്ന് കൺട്രോൾ ചെയ്യുക. ബാധ്യതകൾ ആദ്യം കുറയ്ക്കുവാൻ വേണ്ടി ശ്രമിക്കൂ. ഭാവിയിൽ ഒരു ഭാഗ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് സേവ് ചെയ്യാനുമൊക്കെയുള്ള ഒരു താല്പര്യം ഈ വാരം കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. ഊർജ്ജസ്വലത വരേണ്ട ഒരു കാലമാണ്. കാരണം നിരാശ കാരണം പലപ്പോഴും ഊർജ്ജസ്വലത ഈ രാശിക്കാർക്ക് കുറഞ്ഞിട്ടുണ്ടാവും. അവർ ആദിത്യ ഹൃദയ സ്തോത്രം കിഴക്ക് ദർശനമായി ജപിച്ചോളൂ. ഊർജ്ജസ്വലതയോടുകൂടി മുന്നേറുവാനും കാര്യങ്ങൾ സാധിച്ചെടുക്കുവാനും ഇതുകൊണ്ട് കഴിയും. അതുകൊണ്ട് തന്നെ ജീവിത വിജയവും ഉറപ്പായി വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. വൃശ്ചികം രാശി വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം തൃക്കേട്ട. കുടുംബത്തിൽ മംഗള കർമ്മങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും. അത് നടക്കുന്ന ഒരു കാലമാണ് എന്ന് മാത്രമല്ല, സ്വന്തം വിവാഹ കാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങുന്ന ഒരു സമയമാണ്. ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളി അല്ലെങ്കിൽ ജാതകമൊക്കെ ചേർന്നിട്ട് ഒരു വിവാഹാലോചന വരാനുള്ള ഭാഗ്യമുണ്ട്. എന്നാൽ ഗൃഹത്തിൽ അഭിപ്രായ വ്യത്യാസം, പ്രത്യേകിച്ച് മാരിഡ് പീപ്പിൾ ഗൃഹത്തിൽ അഭിപ്രായ വ്യത്യാസം വരുന്ന ഒരു കാലമായതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ആലോചിച്ച് നിയന്ത്രിച്ച് വേണം മുന്നോട്ട് പോകുവാൻ. ഇത് മാത്രമല്ല, വളരെ വേണ്ടപ്പെട്ടവർ അകന്നു പോകുന്ന ചില സാഹചര്യങ്ങൾ വരാം. അല്പം നമ്മളൊന്ന് ഒരു കോംപ്രമൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബന്ധങ്ങളൊക്കെ കൂടുതൽ ഊഷ്മളമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. സ്കൂൾ കോളേജ് അവിടെയൊക്കെ പഠിക്കുന്നവർ കോളേജിൽ കൂട്ടുകെട്ടൊക്കെ കുറയ്ക്കുക. സ്കൂളിലും അതുപോലെ തന്നെ അവിടെ സംസാരം പ്രത്യേകം നിയന്ത്രിക്കുവാനായിട്ട് ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് മനസ്സുകൊണ്ട് ജപിച്ചു മാത്രം ഒരു പ്രതികരണം നൽകുക. അതുകൊണ്ട് പല സൗഹൃദങ്ങളും നമുക്ക് സൂക്ഷിക്കുവാൻ കഴിയും എന്ന് മാത്രമല്ല, പല കാര്യങ്ങളും നമുക്ക് വിജയത്തിൽ കൊണ്ടുചെന്നെത്തിക്കുവാൻ കഴിയും. ചെറിയ കച്ചവടക്കാർക്കും ഈ വാരം ലാഭത്തിൻ്റെ യോഗമുണ്ട്. പൊതുവെയുള്ള തടസ്സങ്ങൾ നീക്കുവാനും ആരോഗ്യപരമായിട്ടുള്ള ചെറിയ വീഴ്ച, മുറിവ്, പ്രയാസങ്ങൾ ഇതൊക്കെ നീക്കുവാനുമായി രാശിനാഥനായിട്ടുള്ള ചൊവ്വയെ പ്രത്യേകം പ്രാർത്ഥിക്കുക. സുബ്രഹ്മണ്യ ഭജനം എന്ന് പറയും. സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുക. അത് വളരെ പ്രധാനമാണ്. ദേവസേനാപതി പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണെങ്കിൽ രഥത്തിൽ ആരൂഢനായിരിക്കുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ അവിടെ ദിവസവും പോവാം. ദിവസവും ദർശനം നടത്തി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് സുബ്രഹ്മണ്യ സ്തോത്രം കൂടി ജപിച്ചോളൂ. എല്ലാ ഐശ്വര്യങ്ങളും വരുന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. കുറച്ച് ആഘോഷപൂർണ്ണമായിട്ടുള്ളൊരു ജീവിതം തന്നെയായിരുന്നു കുറച്ച് കാലമായിട്ട് എന്നുള്ളതാണ്. അല്പം സാമ്പത്തിക നിലയുള്ളവർ, എന്നാൽ ബാധ്യതയുള്ളവർ ഒരു പക്ഷേ അധികം അങ്ങോട്ട് യാത്രകളുമൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടാകാം. അവർ ഒക്കെ പുതിയ വസ്ത്രലാഭമോ ആഭരണ ലാഭമോ ഒന്നും
ഇല്ലാത്ത രീതിയിൽ ഒരു പക്ഷേ അല്പം ഒരു നിരാശയോടി കൂടി ജീവിച്ചിരുന്ന ഒരു കാലമായിരുന്നിരിക്കാം ഇമ്മീഡിയറ്റ് പാസ്റ്റ് എന്ന് പറയുന്നത്. അതിലൊരു മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ്. അവിചാരിതമായിട്ട് പണം വന്നു ചേരുവാനും അവിചാരിതമായിട്ടൊരു ഹെൽപ്പ് സഹായം വന്നു ചേരുവാനും ലോൺ ക്രെഡിറ്റ് സൗകര്യങ്ങളൊക്കെ ബിസിനസ്സിലായാലും വീടിനായാലും അതായത് ഹോം കൺസ്ട്രക്ഷനൊക്കെ നടക്കുവാൻ അതിനുള്ള പ്ലാനിങ് അതിനുള്ള ലോൺ സാങ്ഷനിങ് ഒക്കെ വന്നു ചേരാനുള്ള ഒരു ഭാഗ്യമുണ്ട്. ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യം ഈ വാരം കാണുന്നു. എവിടെയെങ്കിലും ഒരു ജോലി ഉണ്ടാകും, പഴയ പരിചയങ്ങളൊക്കെ പുതുക്കുവാനും ഒക്കെയുള്ള താല്പര്യം വരും എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആത്മവിശ്വാസം വന്നു ചേരും. വിവാഹ കാര്യങ്ങൾക്ക് നല്ലൊരു സമയം ആരംഭിച്ചിട്ടുണ്ട്. ഈ കാലം വിവാഹം കഴിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. യോജിച്ച ജാതകപ്പൊരുത്തമൊക്കെ വരുന്ന രീതിയിലുള്ള ആലോചന തന്നെ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. ഈ സമയത്ത് നമ്മൾ നന്നായിട്ട് രൂപഭംഗി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ രൂപം ഭാവം ഗന്ധം ശബ്ദം എന്നാണ് പ്രമാണം. അപ്പോൾ രൂപമൊക്കെ ഒന്ന് നന്നാക്കുക എന്നുള്ളതാണ്. നല്ല വസ്ത്രം ധരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രൊഫഷൻ്റെ കാര്യത്തിലൊക്കെ ഉയർച്ചയുണ്ടാകും. എപ്പോഴും വസ്ത്രധാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മോഡേൺ സയൻസിൽ മാത്രമല്ല, പണ്ടത്തെ ജ്യോതിഷത്തിനകത്ത് നമ്മൾ പ്രത്യേകം പറയാറുണ്ട് ഇന്ന നിറത്തിലുള്ള ചുളിവുകളില്ലാത്ത വസ്ത്രങ്ങൾ ധരിക്കണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. കൂടുതൽ കളർ എക്സ്പോഷർ ഉള്ളതല്ല, നമ്മളെ എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ള ചില പ്രത്യേക നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണം എന്ന് ജ്യോതിഷികൾ ഉപദേശം കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് രൂപഭംഗി നിലനിർത്തുന്ന രീതിയിലുള്ള നിറങ്ങൾ ഉപയോഗിച്ചുള്ള, അതായത് ബ്രൈറ്റ് യെല്ലോ, ബ്രൈറ്റ് റെഡ്, ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ മുന്നോട്ട് പോകേണ്ട ഒരു കാലമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. MNCയിൽ ജോലിയൊക്കെ ലഭിക്കുവാനും കുറച്ചുകൂടെ മെച്ചമായിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് വരുവാനുമുള്ള ഭാഗ്യമുണ്ട്. ധനാഗമം വർദ്ധിക്കാനുള്ള യോഗവുമുണ്ട് എന്നുള്ളതുകൊണ്ട് മഹാഗണപതിയെ പ്രത്യേകം പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. ശ്രീ ഗണേശ സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായി. മകരം രാശി ഉത്രാട അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം ഔട്ടം ആദ്യത്തെ പകുതി ഭാഗം. ശാരീരികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളിലൊക്കെ കുറവ് വരും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് വാർദ്ധക്യ സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങളോ അല്ലെങ്കിൽ ജോയിൻസിനൊക്കെയുള്ള പെയിൻ, ബാക്ക് പെയിൻ, ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളിൽ കുറവ് വരും. ഈ സമയത്ത് ചികിത്സ ഫലിക്കുന്ന ഒരു കാലവുമാണ്. കുറച്ചു കാലമായിട്ട് എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ ടെൻഷൻ അനുഭവപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ ടെൻഷൻ മാറുന്ന ഒരു സമയമാണ്. കാരണം എന്ത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും ഫലിക്കുന്ന ഒരു കാലമാണെന്ന് പ്രത്യേകിച്ചറിയുക. അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക്സിൻ്റെ കാര്യത്തിലും കൃത്യമായിട്ട് അസുഖം കണ്ടുപിടിച്ചത് ചികിത്സിക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങും എന്നുള്ളതിലും സംശയം വേണ്ട. നല്ല ജോലിയൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യം യങ്സ്റ്റേഴ്സിനുണ്ട്. അവിടെ ഒരു ക്വാളിഫിക്കേഷന് സ്യൂട്ടഡ് ആയിട്ടുള്ള ജോബ് തന്നെ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. അതുപോലെ വിവാഹ കാര്യങ്ങളിൽ, സ്വന്തം വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകും. കുടുംബാംഗങ്ങളിൽ ആരുടെയെങ്കിലും വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകുവാനും ഉള്ള ഭാഗ്യമുണ്ട്. അതുകൊണ്ട് കുടുംബത്തിലൊരാഘോഷവും ഒക്കെ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ സൂചന. പുതിയ വസ്ത്രലാഭം, ആഭരണലാഭം, വാഹനം വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കും. വീടൊക്കെ ഒന്ന് മോടി പിടിപ്പിക്കാനായിട്ട് പണം ചെലവാക്കുന്ന ഒരു കാലവുമാണെന്ന് പ്രത്യേകിച്ചറിയുക. പ്രയാസങ്ങളൊക്കെ നീക്കുവാനായി എന്നതുകൊണ്ട് ഉദ്ദേശിച്ച് തടസ്സങ്ങളൊക്കെ നീക്കുവാനായി ഈ രാശിനാഥനായിട്ടുള്ള ശനിയെ പ്രത്യേകം പ്രാർത്ഥിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. ദൂരദേശ യാത്രയ്ക്കുള്ള യോഗമുണ്ട്. അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതുകൊണ്ട് ജീവിതത്തിൽ ഉയർച്ചയും ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. കുംഭം രാശി അവിട്ട അവസാനത്തെ പകുതി ഭാഗം, ചതയം പുരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. ചില ആരോഗ്യ പ്രയാസങ്ങളുടെ ഒരു സൂചനയുണ്ടെന്നുള്ളതാണ്. ചിലതൊക്കെ ഒരു ഹൈപ്പോകോൺട്രിയാക് നേച്ചറായിരിക്കും, ഉണ്ടെന്ന് തോന്നുന്നതാണ്. പലപ്പോഴും അത് ഉണ്ടാവണമെന്നില്ല. മെൻ്റൽ ടെൻഷൻ കാരണം ചില ഫിസിയോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടെന്നുള്ളൊരു ധാരണ വരും. ആ എക്സ്ട്രീം മെൻ്റൽ ടെൻഷനുള്ളൊരു കാലമായിരുന്നു ഇൻ ദി ഇമ്മീഡിയറ്റ് പാസ്റ്റ്. പലതരത്തിലും വാഹനം, ഇപ്പോൾ സ്വന്തമായിട്ട് വാഹനം ഉണ്ടെങ്കിൽ അതിനെപ്പോഴും റിപ്പയറുമായി ചെറിയ തട്ടുമുട്ട്, ഇപ്പോൾ വാഹനവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക് അവരുടെ ലൈസൻസ് പ്രോബ്ലംസ് അല്ലെങ്കിൽ ശത്രുക്കളെ കൊണ്ടുള്ള പ്രയാസങ്ങൾ, നിയമപരമായിട്ടുള്ള പ്രയാസങ്ങൾ. പണ്ട് പറയും രാജപദവിയുള്ളവരെ കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വരാം എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് പവർ ആൻഡ് അതോറിറ്റി ഉള്ളവരെ കൊണ്ട് നമുക്ക് പലതരത്തിലുള്ള മനപ്രയാസങ്ങൾ വരാം എന്നുള്ളതുകൊണ്ട് ഈ മനപ്രയാസങ്ങളെ അതിജീവിക്കുന്ന രീതിയിൽ നമ്മൾ ജീവിതം ഒന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് മുന്നോട്ട് പോവുകയും ചില പരിഹാരങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഈ പ്രയാസങ്ങൾ പൂർണ്ണമായിട്ട് നീങ്ങും. ആദ്യമായിട്ട് ആരോഗ്യമാണ് നിലനിർത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ആഹാര രീതിയിലൊരു ഡയറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എഫക്റ്റ് ചെയ്യുന്നു. ഡയറ്റിംഗ് എന്ന് വെച്ചാൽ ആഹാരം കുറയ്ക്കാനല്ല ഉദ്ദേശിച്ചത്. നമ്മുടെ ശരീരത്തിൽ
അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണം ഉറപ്പാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഭദ്രകാളിയെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. കഴിയുമെങ്കിൽ കൊടുങ്ങല്ലൂർ ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ ഭദ്രകാളി പ്രതിഷ്ഠയുള്ള ചൈതന്യമുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അവിടെ നമ്മൾ ഒരു 48 മിനിറ്റ് അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും ഭദ്രകാളിയുടെ ഇഷ്ടസൂക്തം ജപിക്കുകയും കേശാഗ്നിങ്കേശി വിഷങ്കേശി അങ്ങനൊരു സ്തോത്രമുണ്ട്. കേശാഗ്നിങ്കേശി വിഷങ്കേശി വിഭർത്തിരോദസി കേശി വിശ്വം സുർദുഷേ കേശി ദജ്ഞോതീരുച്ഛതേ മുനിയോവാതരശന വിശങ്കാവസതേ മല, ഇങ്ങനെ ഒരു സ്തോത്രമുണ്ട്. അതങ്ങോട്ട് ഇഷ്ടസൂക്തം എന്നാണ് പറയുന്നത്. അതങ്ങോട്ട് ജപിക്കുന്നത് കൊണ്ട് എല്ലാ പ്രയാസങ്ങളും നീങ്ങും. നമ്മുടെ ഓരോ പ്രവൃത്തിയും തടസ്സപ്പെടുത്തുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരുമൊക്കെ മാറിപ്പോകും, നീങ്ങിപ്പോകും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. സന്തോഷമായിട്ടിരിക്കും. ആരോഗ്യ കാര്യങ്ങളിൽ വൈദ്യസഹായം ആവശ്യമുണ്ടെങ്കിൽ അതപ്പം തന്നെ ലഭ്യമാക്കേണ്ടത് അത്യാവശ്യമാണെന്നുള്ള കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഈ പ്രാർത്ഥനയുമായി മുന്നോട്ട് പൊക്കോളൂ. എല്ലാ ഐശ്വര്യങ്ങളും വരും. സന്തോഷമായിരിക്കും. മീനം രാശി, പുരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി രേവതി. സ്വന്തം കുട്ടികളുടെ വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമാകുവാൻ അല്ലെങ്കിൽ അവരുടെ ജോലിയിൽ ഒരു തീരുമാനമാകുവാൻ, ഒരുപക്ഷെ മക്കൾക്ക് മെച്ചമായിട്ടുള്ള സാലറി ലഭിക്കുവാനും അപ്പോൾ അതുകൊണ്ട് തന്നെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ സ്മൂത്തായിട്ട് നടന്നു പോകാനുമുള്ള ഭാഗ്യമുണ്ട്. പഴയ ലോണും ക്രെഡിറ്റ് സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ ഒന്ന് കുറയ്ക്കുവാനെങ്കിലും കഴിയുന്ന ഒരു വാരമാണ്. കുറച്ചു കാലമായിട്ട് റീപേയ്മെൻ്റ് ഒന്നും പോസിബിളായിട്ട് വന്നിട്ടുണ്ടാവില്ല. ചിലതിലൊക്കെ മുടക്കം ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ ചിട്ടിയായാലും ലോണായാലും അതൊക്കെ ഒന്ന് മാറ്റി കാര്യങ്ങൾ സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വാരമാണെന്ന് പ്രത്യേകിച്ചറിയാം. വിദ്യാർത്ഥികൾക്ക് അലസത ഒന്ന് കുറയാനും ബെറ്റർ എഡ്യൂക്കേഷൻ എന്നുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് ഹയർ എഡ്യൂക്കേഷന് നല്ലൊരു സ്ഥാപനത്തിൽ തന്നെ അവസരം ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. മെഡിക്കൽ PG ആയാലും എൻജിനീയറിംഗ് PG ആയാലും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് PG ആയാലും അതിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുവാനും വിജയം വന്ന് ചേരുവാനുമുള്ള ഭാഗ്യമുണ്ട്. MNC ജോലി ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള യോഗം കാണുന്നു. അതുപോലെ വിദേശ ജോലി, ദൂരദേശ ജോലി ഇതൊക്കെ ലഭിക്കുവാനും കുടുംബത്തിൽ അതുകൊണ്ട് തന്നെ വരുമാനം വർദ്ധിക്കുവാനും ഒരു ഹാപ്പിനെസ് വന്നു ചേരുവാനുമുള്ള ഭാഗ്യം കാണുന്നു. വിവാഹ കാര്യങ്ങളിലും കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകാനുള്ള ഭാഗ്യം ശിവപ്രീതി കൊണ്ട് നേടിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ശനിയുടെ ഒരു സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ആദ്യം ഒരു തടസ്സം മാത്രമല്ല ഒരു ടെൻഷൻ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ ശനി നൽകുകയുള്ളൂ എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് ശനിയുടെ മന്ത്രം നമ്മളെപ്പോഴും പറയാറുള്ള നീലാഞ്ജന സമാനാഭം, അത് സമാഭാസമാവാം. നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്ചരം എന്നുള്ള ശ്ലോകം 9 പ്രാവശ്യം വീതം ജപിച്ചോളൂ. എല്ലാ ഐശ്വര്യങ്ങളും വരും. സന്തോഷമായിട്ടിരിക്കുക. ഈ പ്രോഗ്രാമിലേക്ക് മെയിൽ അയക്കാം, ഭാവിയെക്കുറിച്ച് ചോദിക്കാം. പരിഹാര നിർദ്ദേശങ്ങൾ ഇവിടെ നിന്ന് തരുന്നതാണ്. ലളിതമായിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങളായിരിക്കും എന്നുള്ള കാര്യം. ജപധ്യാനാദികൾ യോജിച്ച ജപം, ധ്യാനം, ക്ഷേത്രാധികാരികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, നക്ഷത്രം, പകലാണോ രാത്രിയാണോ എന്നൊക്കെ ജനനം പ്രത്യേകം എഴുതിയിട്ടുണ്ടാകണം. അതുപോലെ പേര്, സ്ഥലപ്പേര് ഇത് പ്രത്യേകിച്ചും ഉണ്ട്. അവിടെ എന്താണ് അറിയേണ്ട വിവാഹകാര്യമാണ്, ഏത് കോഴ്സാണ് അനുയോജ്യം, ഇതുമൊക്കെ ആ ചോദ്യത്തിൽ ഉണ്ടായിരിക്കണം. കഴിയുന്ന മെയിൽസിനൊക്കെ മറുപടി നൽകുവാൻ ഈ പ്രോഗ്രാമിലൂടെ ശ്രമിക്കുന്നതാണ്. സന്തോഷമായിരിക്കുക. ഇനി മെയിൽസിലേക്ക് കിടക്കാം. മിസ്സസ് ശ്രീദേവി സാരംഗ്, കാൻബറയിൽ നിന്നാണ്, ഓസ്ട്രേലിയ. സ്റ്റാർ രോഹിണി, BTech ആണ്. ഐ ഹാവ് മ്യൂസിക്, 34 വയസ്സ്, 34 ഇയേഴ്സ്. മ്യൂസിക് ആൻഡ് ഡാൻസ് സ്കൂൾസ്. ഐ ഹാവ്, യു ആർ റണ്ണിങ് സ്കൂൾസ്. അതോ പ്രൈവറ്റായിട്ട് പഠിപ്പിക്കുക? യു ആർ ടീച്ചിങ്. മലയാളിയാണോ എന്ന് പറഞ്ഞിട്ടില്ല. എനിവേ ഫ്രം ദി നെയിം ആൻഡ് അപ്രോച്ച് ഐ ഫീൽ ദാറ്റ് യു ആർ എ മലയാളി. അതുകൊണ്ടാണ് ആദ്യം മലയാളത്തിൽ തുടങ്ങിയ. മ്യൂസിക് ആൻഡ് ഡാൻസ് സ്കൂൾസ്. ആം ഐ ടു ഗോ ബാക്ക് ടു മൈ ടെക്നിക്കൽ കരിയർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ജാതകത്തിനകത്ത് ശനിബന്ധമുള്ളതുകൊണ്ട് ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ ഇൻ ഫോർ ടെക്നിക്കൽ കരിയർ. 10ാം ഭാവമായിട്ട് ബന്ധപ്പെട്ട ശുക്രൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് യു ക്യാൻ കണ്ടിന്യൂ വിത്ത് യുവർ ആർട്ടിസ്റ്റിക് ആക്ടിവിറ്റീസ്. അതുകൊണ്ട് രണ്ടും കൊണ്ടുപോകുന്നതാണ് നല്ലത്. രണ്ടിനുള്ള യോഗവും ജാതകത്തിലുണ്ട്. ഇപ്പോൾ കലാകാരി അല്ല എന്നുണ്ടെങ്കിൽ കലയുമായി ബന്ധപ്പെട്ട ഒരു രംഗത്തിൽ വർക്ക് ചെയ്താൽ മതിയല്ലോ. ഇപ്പോൾ ഒരു TV ഷോയ്ക്കോ അല്ലെങ്കിൽ ഒരു TV ചാനലിലോ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ, മാഗസീൻ ഗ്രൂപ്പിലോ നമ്മളൊരു ഡെസ്കിൽ അല്ലെങ്കിൽ നമ്മൾ അമച്ചറായിട്ട് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതും കലാരംഗം തന്നെയാണ്. അപ്പോൾ അത് വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഇപ്പോൾ ഇൻ യുവർ കേസ് ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് ലൈക്ക് ദിസ്. യു ആർ ഗോയിങ് ടു ഗെറ്റ്
connected to the field of arts and you will continue as a teacher of dance and music. That is the first thing that you should know. പിന്നെയുള്ള കാര്യം, you should try to get a posting in some technical company, in some MNC, and you will get it. You will get it. അതിൽ സംശയം വേണ്ട. As your star is Rohini, definitely you are likely to get it within the next 9 months. 9 മാസത്തിനകം you are likely to get a job and your financial status will improve and you will be in a better position, no doubt about it. So be happy and confident. Next is Mr. Merlin Goa, Miss Merlin Goa, Miss Merlin Goa. Half Malayali, Rashi is Leo. Rashi is Leo. I have checked. Leo is Chingam. She has put it in brackets. And your Nakshatram is Puram. I have checked with the data. Your Nakshatram is Puram and you are 32. She says that she is a divorcee. No child. When will I get married? എന്നാണ് ചോദിച്ചിരിക്കുന്നത്. But the better period has started. Actually, for the last 4 years, you are having a very tough time. I can just comprehend from your horoscope that you were very tense. You couldn't take a decision, and there was trouble from all quarters. So probably you might have been very upset. അതൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ജാതകത്തിനകത്ത്. Anyway, you have started running a good period, and this is the time when you should get married. Within the next 9 months, you are likely to get married, and you'll be in a very good position financially and professionally within the next 9 months. And you are going to be happy. What you have to do is chant Aditya Hridaya Stotram Divasam. Every day you have to chant Aditya Hridaya Stotram, and all your problems, including health problems, will be solved, and you are going to have a happy marital life. Be happy and confident. Sri Dhanachyan Aravatta Pattanamthitta. Sri Dhananjayan Aravatta Pattanamthitta, 39 years old. ചെറിയ പീഡിക, ചോദ്യ നക്ഷത്രം, 5 ലക്ഷം കടം എന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീ ധനഞ്ജയൻ, വിഷമിക്കേണ്ട കാര്യങ്ങൾ ഒന്നും തന്നെയില്ല എന്നുള്ള കാര്യം അറിയുക. ചോദ്യ നക്ഷത്രമാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഒട്ടും നന്നായിരുന്നില്ല. പലതരത്തിലുള്ള പ്രയാസങ്ങൾ വന്നിട്ടുണ്ടാകും. കയ്യിലുള്ള പണം മുഴുവൻ ചിലവായി. ബാധ്യതയുണ്ടായാലും അത്ഭുതപ്പെടാനില്ല. അങ്ങനെ ഒരു പീരീഡായിരുന്നു ചോദ്യ നക്ഷത്രം. ഇപ്പോൾ മെച്ചമായിട്ടുള്ളൊരു കാലം ജസ്റ്റ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത 9 മാസത്തിനകം തന്നെ സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരു സ്ഥിതിയിലേക്ക് പോകുന്നുള്ളതിൽ സംശയം വേണ്ട. ഇപ്പോൾ ഒരു നല്ല സമയം ആരംഭിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫൈൻ മോണിമിക്ക് കിട്ടുന്നു എന്നുള്ളതല്ല. ക്രമേണ അവസരങ്ങൾ ഉപയോഗിച്ച് മുന്നോട്ട് പോവുക. ക്രമേണ ഉയർന്നു വരും എന്നുള്ളതിൽ സംശയം വേണ്ട. ഇപ്പോൾ ചെയ്യേണ്ടത് മഹാലക്ഷ്മി അഷ്ടകം ദിവസവും ജപിക്കുക. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ. ഈ സ്തോത്രം ദിവസം 5 പ്രാവശ്യം കിഴക്ക് ദർശനമായിട്ട് ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോകും. നല്ലൊരു സ്ഥിതിയിലെത്തും. ഇപ്പോഴത്തെ ബാധ്യതയൊക്കെ മാറിക്കോളും കേട്ടോ. അത് ക്രമേണ ഇറ്റ് വിൽ ടേക്ക് ടൈം. മാറിക്കോളുമെന്ന് മാത്രമല്ല, കാര്യമായിട്ടുള്ള ഉയർച്ച ജീവിതത്തിൽ വരും എന്നുള്ളതിലും സംശയം വേണ്ട. സന്തോഷമായിട്ടിരിക്കുക. ശ്രീമതി വിശാലം നെയ്യാറ്റിൻകരയിൽ നിന്നാണ്. ശ്രീമതി വിശാലം നെയ്യാറ്റിൻകര. മകൻ ചതയം 15 വയസ്സ്. ഏത് ഫീൽഡിലാണ്? പഠിക്കില്ല, ശ്രദ്ധിച്ചിരുന്ന് പഠിക്കാനുള്ള കഴിവൊക്കെ കുറവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചതയ നക്ഷത്രം കഴിഞ്ഞ 3 വർഷമായിട്ട് കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല. സ്കൂളിലായാലും ഗൃഹത്തിലായാലും അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പറഞ്ഞാൽ അനുസരിക്കാണ്ടിരിക്കുക, കൂട്ടുകെട്ട് അത്ര നല്ലതല്ല എന്നുള്ളൊരവസ്ഥ ഇതൊക്കെ ഉണ്ടായിരുന്നു എന്ന് ജാതകത്തിൽ തന്നെ കാണുന്നുണ്ട്. എന്നാൽ വിഷമിക്കാനൊന്നുമില്ല. ടെക്നിക്കൽ സൈഡിൽ ഇയാൾ നന്നായിട്ട് ശോഭിക്കും. തിയറി ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇയാൾക്ക് ഒട്ടും ചേരില്ല. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ളൊരു കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ വേണ്ട. ഇപ്പോൾ ലാബ് ടെക്നീഷ്യൻ കോഴ്സിന് അയക്കാം. അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ ടെക്നോളജി, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അപ്ലൈഡ് ആയിട്ടുള്ള ടെക്നിക്കൽ കോഴ്സിന് അയക്കുന്നത് കൊണ്ട് അദ്ദേഹം ജീവിതത്തിൽ കാര്യമായിട്ടുള്ള ഉയരും. ഇയാൾക്ക് വിദേശം തന്നെയാണ് കാണിക്കുന്നത്. ദൂരദേശത്ത് ഇയാൾക്ക് ജോലി ലഭിക്കും എന്നുള്ളതിൽ സംശയമുണ്ട്. ഒരുപക്ഷെ വിദ്യാഭ്യാസം കുറച്ച് ദൂരത്താകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ജോലി വിദേശത്ത് തന്നെയായിരിക്കും. സാമ്പത്തികമായിട്ട് നല്ലൊരു സ്ഥിതിയിലെത്തും എന്നുള്ളതിൽ സംശയമുണ്ട്. പക്ഷേ ഇപ്പോൾ അത്ര നല്ല സമയമല്ലായിരുന്നു. മേ ബി അദ്ദേഹത്തെക്കുറിച്ച് വീട്ടുകാർക്കും വലിയ ടെൻഷൻ ഉണ്ടായിരുന്നൊരു കാലമായിരുന്നിരിക്കും. അതൊക്കെ മാറും കേട്ടോ. ഇപ്പോൾ ആ പഠിത്തത്തിലൊന്ന് മുന്നോട്ട് പോകട്ടെ. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ നല്ലൊരു സ്ഥിതിയിലെത്തും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കാം. ഇന്നത്തെ ജ്യോതിഷ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ.